Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 438 എയർപോർട്ട് സീപോർട്ട് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 9th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്തൊക്കെയാണ് എയർക്രാഫ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. എ പാർട്ടിൽ 3 മാർക്കിന് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബി പാർട്ടിൽ ഒരു 7 to 10 മാർക്സിന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ലൈഡിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി, എയർക്രാഫ്റ്റ് സ്പീഡ്, എയർക്രാഫ്റ്റ് വെയിറ്റ് ആൻഡ് വീൽ അറേഞ്ച്മെൻറ്റ്, ഫ്യൂവൽ സ്പില്ലിംഗ്, ജെറ്റ് ബ്ലാസ്റ്റ്, മിനിമം സർക്ലിംഗ് റേഡിയസ്, മിനിമം ടേണിംഗ് റേഡിയസ്, നോയ്സ്, range, size of aircraft, takeoff and landing distance, type of propulsion, tire pressure and contact area. And the first one, aircraft capacity. The number of passengers, amount of cargo, baggages and fuel it can accommodate in the aircraft depends on size of aircraft, propulsive power of aircraft, speed of aircraft. Terminal facilities are planned to receive the aircraft of highest capacity. അപ്പോൾ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ അകത്ത് എത്ര പാസഞ്ചേഴ്സ്, എത്ര എമൗണ്ട് ഓഫ് ലഗേജസ്, ബാഗേജസ്, അതുപോലെ എത്ര ഫ്യൂവൽ അതിനെ എയർക്രാഫ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് സൈസ്, എയർക്രാഫ്റ്റിൻ്റെ സൈസ്, പിന്നെ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ, പ്രൊപ്പൾസീവ് പവർ ഓഫ് എയർക്രാഫ്റ്റ്, പിന്നെ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ്, എയറിലുള്ള അതിൻ്റെ സ്പീഡ്. പിന്നെ ഈ നമ്മുടെ എയർപോർട്ടിൻ്റെ ടെർമിനൽ ഫെസിലിറ്റി എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി, അതായത് ഏറ്റവും വലിയ എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ എയർപോർട്ടിൻ്റെയും ടെർമിനൽ ഫെസിലിറ്റീസൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എയർക്രാഫ്റ്റ് സ്പീഡാണ്. എയർക്രാഫ്റ്റ് സ്പീഡ് റെഫേർഡ് ഇൻ മെനി വേസ്. എയർക്രാഫ്റ്റിൻ്റെ സ്പീഡിനെ 2-3 ടൈപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഗ്രൗണ്ട് സ്പീഡ് ഓർ ക്രൂയിസിംഗ് സ്പീഡ്, ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. Second one, air speed or true air speed, speed of aircraft related to the media in which it is traveling. Third one, indicated air speed, indicated by the instrument on board 2% lower than the actual true air speed, reduced due to resistance of air. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡിനെ ഗ്രൗണ്ട് സ്പീഡ് അല്ലെങ്കിൽ ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയാം. അതായത് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ കൂടെ ഓടുമ്പോൾ, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ്. എയർ സ്പീഡ് അല്ലെങ്കിൽ ട്രൂ എയർ സ്പീഡ് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റ് ഏത് മീഡിയയിലൂടെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്, അതുമായിട്ടുള്ള റിലേറ്റീവ് സ്പീഡാണ്. ഇൻഡിക്കേറ്റഡ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് സ്പീഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് കാണിക്കുന്ന സ്പീഡാണ്. ഇത് ആക്ച്വലി ട്രൂ എയർ സ്പീഡിനെക്കാളും 2% കുറവായിരിക്കും, കാരണം റെസിസ്റ്റൻസ് ഡ്യൂ ടു എയർ ഉണ്ടാകുന്നുണ്ട്. There will be 2% difference between true air speed and indicated air speed. The pilot obtains the speed from an air speed indicator, which is highly sensitive instrument with respect to the density of air at a different altitude. Thus, the indicator speed is found slightly less than the true air speed. With the introduction of jet aircraft and other high-speed aircraft, the reference datum for speed is often the speed of sound. അപ്പോൾ യൂഷ്വലി ഈ ഇൻഡിക്കേറ്റർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എയർ സ്പീഡിനേക്കാളും 2% കുറവായിരിക്കും. പൈലറ്റിന് ഈ സ്പീഡ് ഇൻഡിക്കേറ്ററിൽ നിന്നായിരിക്കും ഈ ഒരു സ്പീഡ് കിട്ടുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻഡിക്കേറ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത്, ഓരോ ആൾട്ടിറ്റ്യൂഡിലെ എയർ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റഡ് സ്പീഡ് എപ്പോഴും ട്രൂ സ്പീഡിനേക്കാളും സ്ലൈറ്റ്ലി ലെസ് ആയിരിക്കും. ഇനി ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുതിയ എയർക്രാഫ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊണ്ട്, ജെറ്റ് എയർക്രാഫ്റ്റും മറ്റ് ഹൈ സ്പീഡ് എയർക്രാഫ്റ്റിൻ്റെയും ഇൻട്രൊഡക്ഷനിൽ റെഫറൻസ് ഡേറ്റമായിട്ട് എടുത്തേക്കുന്നത് സ്പീഡ് ഓഫ് സൗണ്ടാണ്. സൗണ്ടിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ സ്പീഡിനെ പറയുന്നത്. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഈക്വൽ ടു 1 മാക്ക്. മാക്ക് എന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റ് ഏണസ്റ്റ് മാക്കിൻ്റെ പേരിലാണ് നമുക്ക് ആ ഒരു യൂണിറ്റ് വരുന്നത്. മാക്ക് 2 എന്ന് പറഞ്ഞാൽ ഡബിൾ ദ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന അർത്ഥം. മോസ്റ്റ് ഓഫ് ദ ജെറ്റ് എയർക്രാഫ്റ്റ് ആർ സബ്സോണിക്. That is, the speed will be less than Mach 1. That is approximately equal to 0.8 to 0.9 Mach. Military aircraft are supersonic. That is, their speed will be greater than 1 Mach. തേർഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റ് വെയിറ്റ് ആൻഡ് വീൽ അറേഞ്ച്മെൻ്റ് ആണ്. എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റിനെയും വീൽ അറേഞ്ച്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ തിക്നെസ്, പേയ്മെൻറ്റിൻ്റെ ലെങ്ത്ത്, പേയ്മെൻറ്റ് ഡിസൈൻ, പേയ്മെൻറ്റ് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണെന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് ഇൻ എയർലൈൻ ഓപ്പറേഷൻ. മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ്. അപ്പോൾ എയർലൈൻ ഓപ്പറേഷനിൽ നമ്മൾ ഒരുപാട് വെയിറ്റുകളുടെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ്.
ദ മാക്സിമം ലോഡ് ദ എയർക്രാഫ്റ്റ് ഈസ് സർട്ടിഫൈഡ് ടു ക്യാരി ഡ്യൂറിങ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു എയർക്രാഫ്റ്റിന് താങ്ങാവുന്ന ഏറ്റവും മാക്സിമം സർട്ടിഫൈഡ് ലോഡിനെയാണ് മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിംഗ് വെയിറ്റ്. ഈ മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റും മൈനസ് ആ ഒരു യാത്രയിൽ ആ എയർക്രാഫ്റ്റ് കൺസ്യൂം ചെയ്ത ഫ്യൂവൽ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിംഗ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് എം ടി വെയിറ്റ്, ദ വെയിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻക്ലൂഡിങ് ക്രൂ ആൻഡ് ഓൾ ദ നെസസറി ഗിയർ റിക്വയർമെൻറ്റ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് എം ടി വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരോ പാസഞ്ചേഴ്സോ ലഗേജസോ ഒന്നും ഇല്ല, ആ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ഇൻക്ലൂഡിങ് അതിൻ്റെ ക്രൂ, പിന്നെ അതിൻ്റെ എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗിയർ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെയൊക്കെ എല്ലാം കൂടി വെയിറ്റാണ് ഓപ്പറേറ്റിംഗ് എം ടി വെയിറ്റ്. അടുത്തൊരു ടേമാണ് പേ ലോഡ്. ദ ടോട്ടൽ റവന്യൂ പ്രൊഡ്യൂസിങ് ലോഡ് ആൻഡ് ഇൻക്ലൂഡ്സ് വെയിറ്റ് ഓഫ് പാസഞ്ചേഴ്സ്, ബാഗേജ്, മെയിൽസ് ആൻഡ് കാർഗോ. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് ഒപ്റ്റിമം ലോഡ്, മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒപ്റ്റിമം ലോഡിനെയാണ് പേ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ വെയിറ്റും ബാഗേജ് വെയിറ്റ്, മെയിൽ, കാർഗോ ഇതെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ പറയത്തില്ലേ ഏറ്റവും മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 60 സ്പീഡിൽ പോകണമെന്ന് എന്ന് പറഞ്ഞ പോലെ എയർക്രാഫ്റ്റിന് ഒരു ഒപ്റ്റിമം ലോഡിൽ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലോഡിലാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ഫ്ലൈറ്റ് ഓടിക്കുന്നതെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എക്കണോമിക്കായിട്ട് ഓടിയെത്താൻ പറ്റുന്നത്. അടുത്ത സീറോ ഫ്യൂവൽ വെയിറ്റ്, ദ വെയിറ്റ് എബോവ് വിച്ച് ഓൾ ദ അഡീഷണൽ വെയിറ്റ് മസ്റ്റ് ബി ഫ്യൂവൽ സോ ദാറ്റ് when the aircraft is in flight the bending moment at the junction of the wing and fuselage did not become excessive. അതായത് സീറോ ഫ്യൂവൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂവൽ എംറ്റി കണ്ടീഷനിലുള്ള എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് പറഞ്ഞു. അടുത്ത വീൽ കോൺഫിഗറേഷനാണ്. എയർക്രാഫ്റ്റിൻ്റെ വീൽ കോൺഫിഗറേഷൻ. വീൽ കോൺഫിഗറേഷൻ ഡിഫൈൻസ് ഹൗ ദ വെയിറ്റ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ദ ബോട്ടം ഓഫ് ദ പേയ്മെൻറ്റ്. More number of wheels, greater the contact area, lesser the stress, hence less thickness enough. Different wheel configuration available based on size of aircraft. Single tandem, dual tandem, multi-axle tandems are used based on the size and weight of aircraft. അപ്പോൾ നമ്മൾ വെയിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് അതിൻ്റെ ഫാക്ടേഴ്സും പറഞ്ഞു. അടുത്ത വരുന്നത് എയർക്രാഫ്റ്റിൻ്റെ വീൽ കോൺഫിഗറേഷനാണ്. ഈ വീൽ കോൺഫിഗറേഷൻ നോക്കിയിട്ടാണ് പേയ്മെൻറ്റിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ വീൽ കോൺഫിഗറേഷനിലേക്ക് വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ മൊത്തം വെയിറ്റ് വീലിലൂടെയാണ് പേയ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് വീൽസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ഏരിയ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഓരോ വീലിലും ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ സ്ട്രെസ്സ് കുറവാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റോഡിൻ്റെ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ തിക്നെസ് കുറച്ച് മതി. പല വീൽ കോമ്പിനേഷൻസ് നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് അവൈലബിൾ ആണ്. കോമ്പിനേഷൻസ് ഇതൊക്കെയാണ്. സിംഗിൾ ടാൻഡം വീൽസ് ഉണ്ട്, ഡ്യുവൽ ടാൻഡം വീൽസ് ഉണ്ട്, മൾട്ടി ആക്സിൽ ടാൻഡം വീൽസ് ഉണ്ട്. ഇതെല്ലാം എയർക്രാഫ്റ്റിൻ്റെ സൈസിനെയും വെയിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സിംഗിൾ ടാൻഡം വീലാണ്. അതിന് തന്നെ 2 അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ മെയിൻ ഗിയറിൽ 2 വീൽസും ബാക്ക് ടെയിൽ വീലായിട്ട് 1 വീലും ആണെങ്കിൽ ഈ ഒരു അസംബ്ലിയാണ് പറയുന്നത്. ഇനി സിംഗിൾ വീൽ അറേഞ്ച്മെൻറ്റിൽ തന്നെ നോസ് ഫ്രണ്ടിൽ ഒരു സിംഗിൾ വീലും ബാക്കിലായിരിക്കും മെയിൻ വീൽസ് വരുന്നത്. മെയിനായിട്ടുള്ള 2 ഗിയറും വരുന്നത് ബാക്കിലായിരിക്കും. ഇത് സിംഗിൾ ടാൻഡം വീൽസാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ വീൽ അസംബ്ലിയാണ്. അതായത് ഫ്രണ്ടിൽ നോസിൽ 2 വീൽസ് ഉണ്ടാവും, ബാക്കിൽ 2 സെറ്റ്സ് ഓഫ് വീൽസ് ഉണ്ടാവും. ഓരോ സൈഡിൽ 2 വീൽസ് വെച്ചുണ്ടാവും. ഇതായിരിക്കും ബാക്കിൽ വരുന്നതാണ് മെയിൻ ഗിയർ. ഇതിനെ ഡ്യുവൽ വീൽ അസംബ്ലി എന്നാണ് പറയുന്നത്. അടുത്തത് ട്വിൻ ടാൻഡം ഗിയർ. ഫ്രണ്ട് നോസ് പോർഷനിൽ 2 വീൽസ് തന്നെയാണ്, ബാക്കിൽ 4 സെറ്റ് ഓഫ് വീൽസ് ആണ് ഉള്ളത്. 4 സെറ്റ് ഓഫ് വീൽസ്, അതാണ് ട്വിൻ ടാൻഡം. 2 സൈഡിലും ട്വിൻ ആയിട്ടുള്ള ടാൻഡം വീൽസ് ഉണ്ടാവും. ഇനി ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ട്വിൻ ഗിയർ. ഫ്രണ്ടിലും അതെ ബാക്കിലും അതെ ട്വിൻ ഗിയേഴ്സ് ആണ് ഉള്ളത്. അതായത് ഏറ്റവും ഫ്രണ്ടിൽ 2 സെറ്റ് ഓഫ് വീൽസ് ഉണ്ടാവും, ഏറ്റവും ബാക്കിലും 2 സെറ്റ് ഓഫ് വീൽസ് ഉണ്ടാവും. ഇത് കൂടാതെ എയർക്രാഫ്റ്റിൻ്റെ വിങ് വരുന്ന സ്ഥലത്ത് ഓരോ വീൽസ് വെച്ച്, ഓരോ സൈഡിലും ഓരോ വീൽസ് വെച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം എയർക്രാഫ്റ്റിൻ്റെ സൈസും എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫ്യൂവൽ സ്പില്ലിംഗ്. ദ സ്പില്ലിംഗ് ഓഫ് ഫ്യൂവൽ ആൻഡ് lubricant occurs when the engine is shut down or losing weight. Usually found in loading apron and hangars. The payment of bituminous മെറ്റീരിയൽ ഈസ് സീരിയസ്ലി എഫക്റ്റഡ്. ഫ്യൂവൽ സ്പില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്പീഡ് കുറക്കുമ്പോഴോ അതിൽ നിന്ന് ചെറിയ ഫ്യൂവൽ, അതിൻ്റെ ഓയിൽസൊക്കെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടുതലായിട്ടും എയർക്രാഫ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്, എവിടെയാണ് എയർക്രാഫ്റ്റ് റെസ്റ്റ് ചെയ്യുന്നത്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്ന അപ്രോൺസും റിപ്പയറൊക്കെ നടക്കുന്ന ഹാങ്ങേഴ്സിലൊക്കെയാണ് എയർക്രാഫ്റ്റ് നിർത്തിയിടുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഫ്യൂവൽ സ്പില്ല് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് സീരിയസ്ലി എഫക്റ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റിനെയാണ്. അതായത് നമ്മുടെ ഈ ടാക്സി വേ, റൺവേ എല്ലാം ബിറ്റുമിനസ് പേയ്മെൻ്റ് ആണ്. ആ മെറ്റീരിയലിനെ ഇത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്തത് ജെറ്റ് ബ്ലാസ്റ്റ്.
This aspects belong to aircraft having jet engines. Jet engines ഉള്ളിടത്താണ് ഈ jet blastന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. This is the blast, that is hot exhaust gas that comes out of the jet engine at the rear of aircraft to provide a force for the movement. It causes inconvenience to the passengers and also affects the pavement. The severity depends on height of tailpipe, angle of tailpipe. Hence the blast fences are provided to control the damage or to the pavement. അപ്പോൾ ജെറ്റ് എൻജിൻസ് യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റിലാണ് ഈ ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിൻ ഓൺ ആകുന്ന സമയത്ത് അതിൽ നിന്ന് ഹോസ്റ്റ് എക്സോസ് ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പോൾ ഈ റൺവേയിൽ നിൽക്കുന്ന ആൾക്കാരും അവിടുത്തെ എക്യുപ്മെൻസും വണ്ടികളും എല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഹ്യൂജ് ഫോഴ്സാണ് ഈ ജെറ്റ് എൻജിൻ്റെ പുറത്തുനിന്ന് വരുന്ന ചൂട് കാറ്റിൽ ഉള്ളത്. അപ്പോൾ ഇത് ആൾക്കാർക്കും പാസഞ്ചേഴ്സിനും അതെ പേയ്മെൻറ്റിലുള്ള വണ്ടികൾക്കും ഒക്കെ ഈ ഒരു ഇൻകൺവീനിയൻസ് കോസ് ചെയ്യും. ഇനി ജെറ്റ് ബ്ലാസ്റ്റിൻ്റെ സിവിയറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടെണ്ണമാണ്. ഈ എൻജിൻ, ഈ നമ്മുടെ വിങ്ങിൻ്റെ താഴെയായിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ. അപ്പോൾ ആ എൻജിൻ വെച്ചേക്കുന്ന പൈപ്പിൻ്റെ ഹൈറ്റ്, ഗ്രൗണ്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഹൈറ്റും ആ പൈപ്പ് വെച്ചേക്കുന്ന ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉണ്ട് ടെയിൽ പൈപ്പിൻ്റെ. ഇത് രണ്ടും മാറുന്നതനുസരിച്ച് ഈ ജെറ്റ് ബ്ലാസ്റ്റിൻ്റെ സിവിയറിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. ഇനി ഇതിനെ ഈ ജെറ്റ് ബ്ലാസ്റ്റിൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടി ബ്ലാസ്റ്റ് ഫെൻസസ്, അതായത് ഒറ്റയടിക്ക് ചൂട് കാറ്റ് ഡയറക്റ്റായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അതിന് കവറിങ് ആയിട്ട് ജെറ്റ് ബ്ലാസ്റ്റ് ഫെൻസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും എൻജിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് ആൾക്കാരുടെയും ഈ പേയ്മെൻറ്റ്സിൻ്റെയൊക്കെ ഡാമേജ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ആറാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ മിനിമം സർക്കിളിംഗ് റേഡിയസ് ആണ്. റിലേറ്റഡ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റ് വിത്തിൻ ദ എയർ, റേഡിയസ് in space required for an aircraft to take a smooth turn. It is the total radius which is provided at the top of the aircraft, that is in air, in which the aircraft will be circling if it is not allowed to land. It depends on type of aircraft, air traffic volume, weather condition. അപ്പോൾ മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് എയറിലായിരിക്കുന്ന സമയത്താണ് ഈ ഒരു മിനിമം സർക്കിളിംഗ് റേഡിയസിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ലാൻഡിങ് ഗ്രൗണ്ടിലല്ല, എയർക്രാഫ്റ്റ് എയറിലായിരിക്കും, അറ്റ്മോസ്ഫിയറിലായിരിക്കുമ്പോഴാണ് ഈ മിനിമം സർക്കിളിംഗ് റേഡിയസിൻ്റെ ആവശ്യം. ഇനി ഇതെപ്പോഴാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഡിയസ് ഇൻ സ്പേസ് റിക്വയർഡ് ഫോർ ആൻ എയർക്രാഫ്റ്റ് ടു ടേക്ക് എ സ്മൂത്ത് ടേൺ. ഇപ്പോൾ ഏറ്റവും അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഒരു എയർക്രാഫ്റ്റിന് മിനിമം ഒരു യു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര റേഡിയസ് വേണം, അതിനെയാണ് നമ്മൾ മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിന് തൊട്ട് മുകളിലായിട്ട്, എയർപോർട്ടിൻ്റെ റൺവേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എയറിലായിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ ഈ ഒരു മിനിമം സർക്കിളിംഗ് റേഡിയസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റിന് ക്ലിയറൻസ് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ലാൻഡിങ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്നാണ് എയർക്രാഫ്റ്റ് ടച്ച് ചെയ്ത് ഗ്രൗണ്ടിൽ കൂടി പോകേണ്ടത്. അപ്പോൾ ഇവിടെ എത്താറായപ്പോഴത്തേക്കും എയർക്രാഫ്റ്റിന് ഒരു സിഗ്നൽ കിട്ടിയില്ല എങ്കിൽ അത് തിരിച്ച് ഒരു യു ടേൺ എടുത്ത് ഒരു ചെറിയൊരു കറക്കവും കൂടി കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ റേഡിയസ് വിച്ച് ഈസ് പ്രൊവൈഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി എയർപോർട്ട്. അതായത് എയർപോർട്ടിൽ എയറിൽ തന്നെ, അറ്റ്മോസ്ഫിയറിൽ തന്നെ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. അതായത് എയർക്രാഫ്റ്റിന് ലാൻഡിങ് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ആ എയർക്രാഫ്റ്റിന് ഒരു ചെറുതായിട്ട് അവിടെ തന്നെ ഒന്ന് സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ. അപ്പോൾ ഈ എയർക്രാഫ്റ്റിൻ്റെ സർക്കിളിംഗ് റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ്, ആ എയർക്രാഫ്റ്റിൻ്റെ സൈസ്, അത് ഏത് പവർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്, ഇനി എയർ ട്രാഫിക് വോളിയം, എത്രത്തോളം എയർ ട്രാഫിക് ആ എയർപോർട്ടിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ക്ലിയറൻസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ എയർപോർട്ടിൻ്റെ അവിടെയുള്ള വെതർ കണ്ടീഷൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ റേഡിയസ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ആറാമത്തെ ക്യാരക്ടർ, മിനിമം സർക്കിളിംഗ് റേഡിയസ്. ഇനി കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റും മിനിമം സർക്കിളിംഗ് റേഡിയസ് ഇൻ കിലോമീറ്റർ. അപ്പോൾ എയർക്രാഫ്റ്റ് മാറുന്നതനുസരിച്ച് ഈ സർക്കിളിംഗ് റേഡിയസിന് വരുന്ന വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. സ്മോൾ ജനറൽ ഏവിയേഷൻ എയർക്രാഫ്റ്റ് അണ്ടർ VFR എന്ന് വെച്ചാൽ വിഷ്വൽ ഫ്ലൈറ്റ് റൂൾ കണ്ടീഷൻ. അപ്പോൾ ചെറിയ എയർക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ സർക്കിളിംഗ് റേഡിയസ് 1.6 കിലോമീറ്റേഴ്സ് മതി. ബിഗ്ഗർ എയർക്രാഫ്റ്റ് സേ 2 piston എഞ്ചിനായിട്ടുള്ള ബിഗ്ഗർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 3.2 കിലോമീറ്റേഴ്സാണ് സർക്കിളിംഗ് റേഡിയസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിസ്റ്റൺ എഞ്ചിൻ എയർക്രാഫ്റ്റ് അണ്ടർ IFR ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈറ്റ് റൂൾ കണ്ടീഷൻ അനുസരിച്ച് പിസ്റ്റൺ എഞ്ചിൻ എയർക്രാഫ്റ്റിന് 13 കിലോമീറ്റേഴ്സ് മിനിമം സർക്കിളിംഗ് റേഡിയസ് ആയിട്ട് വേണം. ജെറ്റ് എഞ്ചിൻ എയർക്രാഫ്റ്റ് അണ്ടർ IFR ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈറ്റ് റൂൾ അനുസരിച്ചിട്ട് 80 കിലോമീറ്റേഴ്സാണ് ഈ ഒരു മിനിമം സർക്കിളിംഗ് റേഡിയസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഏഴാമത്തെ ക്യാരക്ടറാണ് മിനിമം ടേണിംഗ് റേഡിയസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
In order to decide the radius of taxiway, the position of aircraft in the loading apron hangar, and to establish the path of movement of aircraft, it is possible to study the geometry of the turning movement of aircraft. അതായത് എയർക്രാഫ്റ്റ് എയർപോർട്ടിലായിരിക്കുമ്പോൾ ഈ എയർക്രാഫ്റ്റിനെ നമുക്ക് ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്കും അപ്രോണിലേക്ക് ഹാങ്ങറിലേക്കൊക്കെ ഓടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയർക്രാഫ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള റേഡിയസിനെയാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും എയർക്രാഫ്റ്റ് എയർപോർട്ടിലെ ടാക്സി വേ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ലോഡിങ് അപ്രോൺസും ഹാങ്ങേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഒരു മിനിമം ടേണിംഗ് റേഡിയസിനെ വെച്ചിട്ടായിരിക്കും. ഇനി ഈ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഗർ വെച്ച് കാണിക്കുക. ഇതൊരു എയർക്രാഫ്റ്റാണ്. എയർക്രാഫ്റ്റിൻ്റെ നോസ് പോയിൻ്റാണിത്. എയർക്രാഫ്റ്റിൻ്റെ വിങ്സ്, ഇതിൻ്റെ ബാക്ക് സൈഡ്. ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള വീലാണ് ഈ കാണുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ഈ വീല് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി എയർക്രാഫ്റ്റ് തിരിക്കുമ്പോൾ ഈ വീല് ഇതാ ഈ പൊസിഷനിലേക്ക് തിരിയും. ഇങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടതെങ്കിൽ, റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടതെങ്കിൽ അത് ഗിയർ തിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞിരിക്കും. അപ്പോൾ അതാണത്. ഇനി എങ്ങനെയാണ് ഈ മിനിമം ടേണിംഗ് റേഡിയസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നോക്കാം. പ്രൊസീജിയർ അഡോപ്റ്റഡ് ഇൻ ദ ഫോളോയിങ് ഈസ് ആസ് ഫോളോയിങ്. The line through the axis of nose gear when it is at a maximum angle of rotation is drawn. The maximum angle of rotation is specified by the manufacturer, and the larger turbojet it is between 50 to 60 degree. അപ്പോൾ അതായത് നമുക്ക് ഒരു എയർക്രാഫ്റ്റ് തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള വീലിൻ്റെ ആ ഒരു ലെയർ ആക്ച്വലി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഫുള്ളി, ഇപ്പോൾ വലതുവശത്തേക്കാണ് തിരിക്കുകയാണെങ്കിൽ ഫുള്ളി വലതുവശത്തേക്ക് തിരിക്കുക. ഫുള്ളി വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ ആ ഗിയറിൻ്റെ പൊസിഷൻ ഈ രീതിയിലാവും. ഏകദേശം ഒരു 60 ഡിഗ്രിയിലൊക്കെ തിരിഞ്ഞിരിക്കും. ഇതാണ് അതിൻ്റെ മാക്സിമം പൊസിഷൻ. ഇതിൽ കൂടുതൽ ഇനി ഈ എയർക്രാഫ്റ്റിൻ്റെ പൊസിഷനെ ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഗിയർ മാക്സിമം ടിൽറ്റിംഗ് പൊസിഷനിലിരിക്കുമ്പോൾ അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. മാക്സിമം ടിൽറ്റിംഗ് പൊസിഷനിൽ വെച്ചിട്ട് ഇതാണ് ആ ഗിയർ. അതിലൂടെ പോകുന്ന ആക്സിസിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ലൈൻ ത്രൂ ദ ആക്സിസ് ഓഫ് ദ 2 മെയിൻ ഗിയേഴ്സ് ഈസ് ഡ്രോൺ. ഇനി മെയിൻ ഗിയർ എന്ന് വെച്ചാൽ ബാക്കിലെ ഗിയറാണ്. ഇതാണ് മെയിൻ ഗിയർ. ഇവിടെ ഒരു വീൽ ബേസ് ഉണ്ട്, ഇവിടെ ഒരു വീൽ ബേസ് ഉണ്ട്. ഇതാണ് ആ ഒരു മെയിൻ ഗിയർ. ഈ മെയിൻ ഗിയറിൻ്റെ ആക്സിസിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രണ്ടിലെ നോസിൻ്റെ ഗിയറിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. The intersection of the above 2 lines forms the center of rotation. അപ്പോൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ കിട്ടി. ഇനി അടുത്തത് the line joining the center of rotation with the tip of the furthest wing of the aircraft is known as minimum turning radius. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയായിരുന്നു, സെൻറ്റർ ഓഫ് റൊട്ടേഷൻ കിട്ടി. ഇനി ഇങ്ങോട്ടേക്കല്ല തിരിക്കുന്നത്, എയർക്രാഫ്റ്റ് റൈറ്റിലേക്കാണ് തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിങ്ങിൻ്റെ ഏറ്റവും ടിപ്പ് പോയിൻറ്റ്, ഇതാണ് അതിൻ്റെ ടിപ്പ് പോയിൻറ്റ്. ഇപ്പോൾ എയർക്രാഫ്റ്റ് വലത്തേക്ക് തിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിങ്, അതിൻ്റെ ഏറ്റവും ടിപ്പ് പോയിൻറ്റും ഈ സെൻറ്റർ ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് മിനിമം ടേണിംഗ് റേഡിയസ്. അപ്പോൾ ഈ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മളൊരു ഡോട്ടഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സർക്കിളിനെയാണ് മിനിമം ടേണിംഗ് റേഡിയസ് ആയിട്ട് പറയുന്നത്. ഇതാ ഈ രീതിയിലാണ് ഒരു എയർക്രാഫ്റ്റിൻ്റെ മിനിമം ടേണിംഗ് റേഡിയസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ടാക്സി വേ, അപ്രോൺ, ഹാങ്ങർ, അതിൻ്റെയൊക്കെ ലെങ്ത്ത്, വിഡ്ത്ത്, പ്രൊഫൈല്, വളവൊക്കെ ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിനിമം ടേണിംഗ് റേഡിയസ് അറിയണം. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോയ്സ്. The big problem if nearer to development area, the major source of noise are engine, machinery, primary jet. Disturbance are more during takeoff. Since the use of jet engines, noise has been reduced to great extent. അപ്പോൾ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എയർക്രാഫ്റ്റിൽ നിന്ന് വരുന്ന നോയ്സ്. ഇപ്പോൾ തൊട്ടടുത്ത് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിൽ നിന്ന് വരുന്ന നോയ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവർക്കും അതിൻ്റെ ഇൻഡസ്ട്രീസിനൊക്കെ ബിഗ് പ്രോബ്ലമാണ്. മെയിനായിട്ട് 3 കാര്യങ്ങൾ കൊണ്ടാണ് എയർക്രാഫ്റ്റിൽ നിന്ന് നോയ്സ് ഉണ്ടാകുന്നത്. ഒന്ന് അതിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള നോയ്സ്, രണ്ടാമത്തെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എയർക്രാഫ്റ്റ് ഒന്ന് താഴെ ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം, മൂന്നാമത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി ജെറ്റ്, അതായത് ഒരു സഡൻ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു ജെറ്റ് ബ്ലാസ്റ്റ് കൊണ്ടുണ്ടാകുന്ന ശബ്ദം. ഈ 3 ശബ്ദങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ടേക്ക് ഓഫ് സമയത്താണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നോയ്സ് ഉണ്ടാകുന്നത് ടേക്ക് ഓഫ് സമയത്താണ്. ഒരു പരിധി വരെ ജെറ്റ് എൻജിൻസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ നോയ്സ് നമുക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് സ്റ്റിൽ ആ നോയ്സ് എയർക്രാഫ്റ്റിൽ നിന്ന് ഉണ്ടാവും. 9ാമത്തെ ക്യാരക്ടറാണ് എയർക്രാഫ്റ്റിൻ്റെ റേഞ്ച്. ദ ഡിസ്റ്റൻസ് ദാറ്റ് ആൻ എയർക്രാഫ്റ്റ് ക്യാൻ ഫ്ലൈ വിത്തൗട്ട് റീഫ്യൂവലിംഗ്.
The factors affecting range are payload, meteorological condition during flight, speed, fuel, flight altitude, amount of reserve fuel. അപ്പോൾ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റിനെ ഫുള്ളി ഫ്യൂവൽ അടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് രണ്ടാമത് റീഫ്യൂവൽ ചെയ്യുന്നതിന് മുമ്പ് അത് എത്ര കിലോമീറ്റർ ഓടും, എത്ര ഡിസ്റ്റൻസ് ഓടും, അതിനെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റിൻ്റെ റേഞ്ചിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പേലോഡ്, ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു പേലോഡ് എന്താണെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും എക്കണോമിക്കായിട്ട് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എക്കണോമിക്കായിട്ട് ഒരു എയർക്രാഫ്റ്റിന് ക്യാരി ചെയ്യാൻ പറ്റിയ ലോഡാണ്. അടുത്ത മീറ്റിയോളജിക്കൽ കണ്ടീഷൻ, അതായത് വിൻഡ്, ടെമ്പറേച്ചർ, ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ്, എയർക്രാഫ്റ്റിൽ അടിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഫ്യൂവലാണ്, ഫ്ലൈറ്റ് ആൾട്ടിറ്റ്യൂഡ്, ഫ്ലൈറ്റ് ഏത് ഹൈറ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എമൗണ്ട് ഓഫ് റിസർവ് ഫ്യൂവൽ, ആ ഫ്ലൈറ്റിന് എത്ര റിസർവ് ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, ഇതെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എയർക്രാഫ്റ്റിൻ്റെ റേഞ്ച് പറയുന്നത്. 10ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൈസ് ഓഫ് എയർക്രാഫ്റ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയർ. നോട്ട് ജസ്റ്റ് ദ സൈസ് ഓഫ് മെയിൻ ബോഡി ബട്ട് ദ സൈസ് ഓഫ് ഓവറോൾ വിങ് സ്പേസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സൈസ്. അപ്പോൾ സൈസ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ബോഡി മാത്രമല്ല, അതിനകത്ത് പല ക്രൈറ്റീരിയ ഉണ്ട്. ടോട്ടൽ ലെങ്ത് ഉണ്ട്, വിങ്ങിൻ്റെ വിഡ്ത്ത് ഉണ്ട്, അതിൻ്റെ താഴെയുള്ള മെയിൻ ഗിയറിൻ്റെ ലെങ്ത് ഉണ്ട്, ബാക്കിലുള്ള ടെയിൽ വിങ്ങിൻ്റെ ലെങ്ത് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓരോന്നേ നമ്മൾ ഫാക്ടേഴ്സായിട്ട് എടുത്ത് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് എയർക്രാഫ്റ്റിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഫ്യൂസ്ലേജ് ലെങ്ത്. ഫ്യൂസ്ലേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ഫ്രണ്ട് നോസ് മുതൽ അതിൻ്റെ ബാക്ക് ടിപ്പ് വരെയുള്ള ഈ ലെങ്ത്തിനെയാണ് ഫ്യൂസ്ലേജ് ലെങ്ത് എന്ന് പറയുന്നത്. The distance from the nose of the aircraft to tail of the aircraft, length of the aircraft decide the widening of taxiway on curves, the size of apron, hanger, etc. അപ്പോൾ ഏറ്റവും നോസും ഏറ്റവും ഫ്രണ്ട് മുതൽ എയർക്രാഫ്റ്റിന് ഏറ്റവും ടെയിൽ വരെയുള്ള ലെങ്താണ് ഫ്യൂസലേജ് ലെങ്ത്. ഈ ഫ്യൂസലേജ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സി വേ വൈഡൻ ചെയ്യുന്നതും ടാക്സി വേയിൽ കർവിന് വേണ്ട ലെങ്ത്ത്, അപ്രോണിൻ്റെ ഹാങ്ങറിൻ്റെ ഒക്കെ സൈസൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അടുത്ത ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് മുതൽ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് എയർക്രാഫ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസൈഡ് ദ ഹൈറ്റ് ഓഫ് ദ ഹാങ്ങർ ഗേറ്റ് ആൻഡ് അതർ ഇൻസ്റ്റലേഷൻ ഇൻ ഹാങ്ങർ. അപ്പോൾ എയർക്രാഫ്റ്റിന് നമ്മൾ ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് ഹാങ്ങർ ഷെഡിൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും ഹാങ്ങർ ഗേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഹാങ്ങറിൻ്റെ മുകളിൽ എയർക്രാഫ്റ്റിൻ്റെ കഴുകാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് എക്യുപ്മെൻ്റ് ഉണ്ടാവും. അതിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഈ എയർക്രാഫ്റ്റിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ്. ഇനി അടുത്ത ഗിയർ ത്രെഡ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഗിയേഴ്സ്. ഇറ്റ് ഗവേൺസ് ദ മിനിമം ടേണിംഗ് റേഡിയസ് ഓഫ് എയർക്രാഫ്റ്റ്. അതായത് ഇതാണ് ഈ കാണുന്നതാണ് എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ഗിയേഴ്സ്. ആ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ഗിയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഗിയർ ത്രെഡ് എന്ന് പറയുന്നത്. ഈ ഗിയർ ത്രെഡ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ മിനിമം ടേണിംഗ് റേഡിയസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അടുത്തത് വിങ് സ്പാൻ. വിങ് സ്പാൻ എന്ന് പറയുമ്പോഴത്തേക്കും എയർക്രാഫ്റ്റിൻ്റെ ഈ രണ്ട് വിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വിങ് സ്പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗവേൺസ് ദ വിഡ്ത്ത് ഓഫ് ടാക്സിവേ, ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ടാക്സിവേ, സൈസ് ഓഫ് അപ്രോൺ, ഹാങ്ങർ, എക്സെട്ര. അപ്പോൾ വിങ് സ്പാനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ ടാക്സിവേയുടെ വിഡ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി രണ്ട് പാരലായിട്ട് കിടക്കുന്ന റോഡുകൾ, ടാക്സി വേ, റൺവേ, നമ്മുടെ ഡിസ്റ്റൻസ്, അതുപോലെ അപ്രോണിൻ്റെയും ഹാങ്ങറുടെയൊക്കെ സൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതും ഈ വിങ് സ്പാൻ വെച്ചിട്ടാണ്. അടുത്ത വീൽ ബേസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസ് ഗിയർ ആൻഡ് മെയിൻ ഗിയർ. ഈ നോസ് ഗിയർ, ഫ്രണ്ടിലുള്ള ടയറും ബാക്കിലുള്ള മെയിൻ ഗിയറും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് ടയറിൻ്റെ സെൻറ്ററും ബാക്ക് ടയറിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് വീൽ ബേസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസ് ഗിയർ ആൻഡ് മെയിൻ ഗിയർ, ഇറ്റ് ഡിസൈഡ്സ് ദ മിനിമം റേഡിയസ് ഓഫ് ടാക്സി വേ. ടാക്സി വേയുടെ മിനിമം റേഡിയസ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അടുത്ത ടെയിൽ വിഡ്ത്ത്, ഇറ്റ് ഗവേൺസ് ദ സൈസ് ഓഫ് പാർക്കിംഗ് ആൻഡ് അപ്രോൺ. ഇതാണ് ടെയിൽ വിഡ്ത്ത്. ടെയിൽ വിഡ്ത്തിനെ വെച്ചിട്ടാണ് പാർക്കിംഗ് ഏരിയയും അപ്രോൺസിൻ്റെയൊക്കെ ഡിസൈനും വിഡ്ത്തും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത 11ാമത്തെ ക്യാരക്ടറാണ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡിസ്റ്റൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ മിനിമം റൺവേ ലെങ്ത് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിംഗ് ഡിസ്റ്റൻസുമാണ്. എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിംഗ് ഡിസ്റ്റൻസും വെച്ചിട്ടാണ് നമ്മൾ റൺവേയുടെ ലെങ്ത് ഡിസൈഡ് ചെയ്യുന്നത്.
എത്ര മിനിമം റൺവേ ലെങ്ത് പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. ദീസ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ് ഡിസ്റ്റൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് താഴെ പറയുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എയർപോർട്ട് മീൻ സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്, ഗ്രേഡിയൻ്റ് ഓഫ് റൺവേ, നമ്മൾ ലാൻഡിങ്ങും ടേക്ക് ഓഫിനുള്ള റൺവേ ഏത് ഗ്രേഡിയൻ്റാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്, ഇൻറ്റൻസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, ആ എയർപോർട്ടിൻ്റെ അകത്തുള്ള വിൻഡിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, മാനർ ഓഫ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്, ഏത് തരത്തിലാണ് നമ്മൾ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യുന്നത്, ടെമ്പറേച്ചർ, എയർപോർട്ട് സൈറ്റിലെ ടെമ്പറേച്ചർ, അടുത്ത വെയിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന ടൈം ഓഫ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്, ലാൻഡ് ചെയ്യുന്ന സമയത്തും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഡിസ്റ്റൻസ് വരുന്നത്. അത് വെച്ചിട്ടാണ് റൺവേ ലെങ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത 12ാമത്തെ ക്യാരക്ടറാണ് ടൈപ്പ് ഓഫ് എൻജിൻ ആൻഡ് പ്രൊപ്പൾഷൻ. ടൈപ്പ് ഓഫ് എൻജിൻ, പിസ്റ്റൺ എൻജിൻ, ജെറ്റ് എൻജിൻ. ജെറ്റ് എൻജിനിൽ തന്നെ ടർബോജെറ്റ്, ടർബോ പ്രൊപ്പൾഷൻ, റാം ജെറ്റ്, റോക്കറ്റ് എൻജിൻ. The speed power increases from piston to rocket. The method of propulsion adopted for a particular aircraft will decide the size, speed, weight carrying capacity, noise and circling radius etc. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എൻജിനാണ്, എന്ത് പ്രൊപ്പൾഷൻ ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ടൈപ്പ് ഓഫ് എൻജിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിസ്റ്റൺ എൻജിനുണ്ട്, ജെറ്റ് എൻജിനുണ്ട്, ജെറ്റ് എൻജിൻ്റെ അകത്ത് തന്നെ ടർബോ ജെറ്റ് ഉണ്ട്, ടർബോ പ്രൊപ്പൾഷൻ എൻജിനുണ്ട്, റാം ജെറ്റ് ഉണ്ട്, അതിനുശേഷം റോക്കറ്റ് എൻജിൻസും ഉണ്ട്. ഇനി ഒരു എയർക്രാഫ്റ്റിൻ്റെ സ്പീഡും പവറും പിസ്റ്റൺ എൻജിനാണ് ഏറ്റവും കുറവ്, റോക്കറ്റ് എൻജിനാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. ഇനി മെത്തേഡ് ഓഫ് പ്രൊപ്പൾഷൻ അഡോപ്റ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ചിട്ടാണ് ഓരോ എയർക്രാഫ്റ്റിൻ്റെ സൈസും സ്പീഡും അതിൻ്റെ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന നോയിസൻസും സർക്കിളിംഗ് റേഡിയസും ഒക്കെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റാണ് തന്നേക്കുന്നത്. പിസ്റ്റൺ എഞ്ചിൻ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 250 to 750 km/h ആണ്. റാം ജെറ്റ് എന്ന് പറയുമ്പോൾ 12802 to 2400 km/h ആണ്. റോക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്നത്, 4600 km/h സ്പീഡ് വരെ അത് ട്രാവൽ ചെയ്യും. ഓപ്പറേറ്റീവ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് എഞ്ചിൻ ആൻഡ് പ്രൊപ്പൾസീവ് പവർ അവൈലബിൾ ടു എയർക്രാഫ്റ്റ്. അതായത് ഏത് ഹൈറ്റിലാണ് അത് പോകുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ, അത് പ്രൊപ്പൾസീവ് പവർ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് എയർക്രാഫ്റ്റ് ഏത് ഹൈറ്റിൽ പോകാൻ പറ്റുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പിസ്റ്റൺ എഞ്ചിൻ ആണെങ്കിൽ ലോ ആൾട്ടിറ്റ്യൂഡിൽ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ടർബോ ജെറ്റും ടർബോ പ്രൊപ്പൾഷൻ എഞ്ചിനും ലോ ടു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. റാം ജെറ്റ് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് യൂസ്ഡ് ഇൻ മിസൈൽസ് അറ്റ് മിഡിൽ ആൾട്ടിറ്റ്യൂഡ് വേർ അതർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ ലെസ്. അപ്പോൾ അത് നമ്മൾ മിസൈൽസിലൊക്കെ മിഡിൽ ആൾട്ടിറ്റ്യൂഡിൽ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. റോക്കറ്റ് ജെറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിന് പുറത്തേക്കും നമുക്ക് അതിനെ പ്രൊപ്പൽ ചെയ്ത് വിടാൻ പറ്റും. അടുത്ത ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടയർ പ്രഷർ ആൻഡ് കോണ്ടാക്ട് ഏരിയ. ദ ടയർ പ്രഷർ ആൻഡ് ദ വീൽ ലോഡ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ വിഡ്ത്ത്, ടൈപ്പ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ പേയ്മെൻറ്റ് റിക്വയർഡ് ഫോർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ ടയർ പ്രഷറും അതിൻ്റെ കോണ്ടാക്ട് ഏരിയയും വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ പേയ്മെൻറ്റ്, അതായത് റൺവേയുടെയും ടാക്സി വേയുടെയും വിഡ്ത്തും ഏത് ടൈപ്പ് കോൺക്രീറ്റ് വേണോ ബിറ്റുമിൻ വേണോ അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്തും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എയർക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും അതെങ്ങനെയാണ് നമ്മുടെ എയർപോർട്ട് പ്ലാനിങ്ങിനെയും അതിൻ്റെ അകത്തുള്ള കമ്പോണൻസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ നോക്കിയത്. ഇതൊരു വലിയൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, പോയിൻറ്റ്സ് ഒന്നും മിസ്സാകരുത്. ഈ ലെക്ചറിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.